ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഏതൊരു ക്ഷേത്രത്തിന്റെയും പ്രത്യേകതയാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുമായും ആരംഭവുമായും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ തന്നെ ധാരാളമുണ്ട്. അത്തരത്തിലൊന്നാണ് തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ആദികുംഭേശ്വര ക്ഷേത്രം എന്നത്. പുണ്യനഗരമായ കാശിയോളം പ്രധാനമുള്ള ക്ഷേത്രമായാണ് കുംഭേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത്. കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ആദികുംഭേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ക്ഷേത്രങ്ങൾ കഥ പറയുന്ന തമിഴ്നാട്ടിലെ ക്ഷേത്ര നഗരങ്ങളിലൊന്നാണ് കുംഭകോണം എന്നത്. ഈ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 180ഓളം വിവിധ ദേവന്മാർക്കും ദൈവങ്ങൾക്കും നാഗങ്ങൾക്കുമൊക്കെയായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം കാരണമാണ് ഇവിടെ ക്ഷേത്രനഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുംഭകോണം എന്നീ സ്ഥലത്തിന് പേര് വന്നതിന് പിന്നിൽ വിചിത്രമായൊരു കഥയാണുള്ളത്. കുംഭേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് കുംഭകോണത്തിന് ഈ പേര് ലഭിക്കുന്നത്. ഹിന്ദു വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ ആരംഭ സമയത്ത് ബ്രഹ്മാവ് ഭൂലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളുടെയും വിത്തൊരു കുടം അല്ലെങ്കിൽ കുംഭത്തിലാക്കി സൂക്ഷിച്ചിരുന്നുവത്രേ. ഒരിക്കൽ ശിവന്റെ കോപം മൂലമുണ്ടായ ഭൂമിയെ നശിപ്പിക്കുന്ന പ്രളയത്തിൽ ഈ കുംഭമൊഴുകി ഇന്ന് ആദികുംഭേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി എന്നാണ് വിശ്വാസം. അങ്ങനെ കുംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന അർത്ഥത്തിലാണ് ക്ഷേത്രത്തിന് ഈ പേര് ലഭിക്കുന്നത്. ബ്രഹ്മാവിന്റെ കുംഭം ഇവിടെ എത്തിയതിന്റെ ഓർമ്മയിൽ 12 വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുന്ന ആഘോഷമാണ് മഹാമഹം ഉത്സവം. മഹാമഹം ഉത്സവം നടക്കുന്ന സ്ഥലമാണ് മഹാമഹം ക്ഷേത്രക്കുളം. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളമായി ഇവിടെ ഈ ഉത്സവത്തിന്റെ സമയത്ത് 2 മില്യൺ ആളുകൾ വരെ എത്തിച്ചേരാറുണ്ട്. ഈ സമയത്ത് ഭാരതത്തിലെ പുണ്യനദികളെല്ലാം ഇവിടെ ഒഴുകിയെത്തുന്നു എന്നൊരു വിശ്വാസവുമുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമഹത്തിൽ 12 ക്ഷേത്രങ്ങളാണ് പങ്കെടുക്കുന്നത്. കാശി വിശ്വനാഥർ ക്ഷേത്രം, കുംഭേശ്വര ക്ഷേത്രം, സോമേശ്വര ക്ഷേത്രം, നാഗേശ്വർ ക്ഷേത്രം, മഹാഹസ്തീശ്വർ ക്ഷേത്രം, ഗൗതമേശ്വർ ക്ഷേത്രം, കോട്ടീശ്വര ക്ഷേത്രം, അമൃതകലശനാഥർ ക്ഷേത്രം, ബനാപുരീശ്വർ ക്ഷേത്രം, അഭിമുഖേശ്വർ ക്ഷേത്രം, കമ്പട്ട വിശ്വനാഥർ ക്ഷേത്രം, ഏകാംബരേശ്വർ ക്ഷേത്രം എന്നീ 12 ക്ഷേത്രങ്ങളാണ് മഹാമഹത്തിൽ പങ്കെടുക്കുന്നത്. ശിവലിംഗത്തിന്റെ രൂപത്തിൽ ശിവനെയാണ് ആദികുംഭേശ്വരനായി ഇവിടെ ആരാധിക്കുന്നത്. അതോടൊപ്പം പാർവതിയെ മംഗളാംബികയായും ഇവിടെ ആരാധിച്ചു പോരുന്നു. ശിവൻ അമൃത് മണ്ണിനോട് ചേർത്ത് സ്വയം നിർമ്മിച്ചതാണ് ഇവിടുത്തെ ശിവലിംഗം എന്നാണ് വിശ്വാസം. കുംഭകോണം നഗരത്തിന് മധ്യത്തിൽ 4 ഏക്കറോളം സ്ഥലത്തായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് കൂടാതെ കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം 30,000 ചതുരശ്ര അടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഒട്ടേറെ വിസ്മയങ്ങളും അത്ഭുതങ്ങളുമുള്ള ഒരു ക്ഷേത്രമാണ് ആദികുംഭേശ്വര ക്ഷേത്രം. അത്തരത്തിൽ നിർമ്മാണ വിസ്മയം കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ നവരാത്രി മണ്ഡപം. 27 നക്ഷത്രങ്ങളും 12 രാശിയും കൊത്തിയിരിക്കുന്ന ഒറ്റക്കല്ലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ഇപ്പോൾ ഇവിടെ കാണുന്ന ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. പിന്നീട് തഞ്ചാവൂർ നായക് എന്ന ഭരണാധികാരികളാണ് 16-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ രീതിയിലേക്ക് ഈ ക്ഷേത്രത്തെ വലുതാക്കി നിർമ്മിച്ചത്. 4 ഏക്കർ സ്ഥലത്തായി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രം കാഴ്ചകളുടെ ഒരു സാഗരം തന്നെയാണ്. ഗോപുരങ്ങളും കവാടങ്ങളും കല്ലിൽ കൊത്തിയ മണ്ഡപങ്ങളും കൊത്തുപണികളും നടപ്പാതകളുമെല്ലാം ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്.